എല്ലാവർക്കും പത്തരമാരിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുക മുത്തശ്ശനെ മുത്തശ്ശിയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നയനെ വിളിച്ചുകൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, കൊച്ചുമോൻ്റെ ഭാര്യ വന്ന ശേഷം നല്ല മുഖത്ത് നല്ല വെളിച്ചം വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, എൻ്റെ മുഖത്ത് മാത്രമല്ല തൻ്റെ മുഖത്തും ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സത്യം പറയാമല്ലോ, അത് ശരി തന്നെയാണ്. എൻ്റെ മുഖത്ത് മാത്രമല്ല ഈ വീട്ടിൽ മൊത്തത്തിൽ ഒരു വെളിച്ചം വന്ന പോലെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അതുകൊണ്ടാണ് ദേവയാനി പോയി മരുമകളെ വിളിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്തേക്ക് തന്നെ ദേവയാനി അവിടെ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നതിൻ്റെ കാര്യം തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ചോദിക്കുകയാണ്, എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, അല്ല മരുമകളെ വിളിച്ചുകൊണ്ട് വന്നാൽ മാത്രം പോരാ, മരുമകളെ സ്നേഹിക്കാൻ വേണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി പറയാണ്, ആ കാര്യം അവിടെ നിൽക്കട്ടെ, ഈ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ ശ്രദ്ധിക്കാത്ത രണ്ടുപേരും ഇവിടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ആരെ കാര്യമാണ് പറയുന്നതെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, അനാമികയുടെയും അനിയുടെയും കാര്യമാണ് പറയുന്നത്. അനാമികയ്ക്ക് ഭയങ്കര വിഷമമാണ്. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ നയനയും കൂടെ വിളിച്ചുകൊണ്ട് വന്നത് കൊണ്ട് അവൾക്ക് നല്ല ദേഷ്യമുണ്ട്, വിഷമമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുകയാണ്, അതിന് രണ്ട് മരുമക്കളും എൻ്റെ കൊച്ചുമക്കളും അതുപോലെ തന്നെ മരുമക്കളും ഇവിടെ തന്നെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് വിഷമിക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയാണ്, അതുമാത്രമല്ല അനിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, അനിയും അവളെ സ്നേഹിക്കുന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അതോ അനാമികമൊക്കെ വളരെ വിഷമമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് അച്ഛൻ ഒന്ന് ശ്രദ്ധിക്കണം, അച്ഛൻ തന്നെ അവനോടൊന്ന് പറയണം എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയണം, ഞാൻ പണ്ടൊക്കെ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അവൻ അനുസരിക്കുമായിരുന്നു, അതുപോലെ തന്നെ എൻ്റെ അടുത്ത് പറയുന്നതിനെക്കാട്ടും കൂടുതലും നിന്നോടല്ലേ അവ എല്ലാ കാര്യങ്ങളും പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, കുഞ്ഞിലെ മുതലേ നിന്നോടും ആദർശനോടും ചോദിച്ചിട്ടല്ലേ അവ ഓരോ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് നീ തന്നെ ഉപദേശിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ആരുടെ ഭാഗത്താ തെറ്റെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് അനിയുടെ ഭാഗത്താ, അവളോട് ഒരു താല്പര്യം ഇല്ല, ഒരു സ്നേഹിക്കുന്ന ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ സ്നേഹിച്ച പെൺകുട്ടിയെ അവന് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും മൂർത്തി സാറ് ഇങ്ങനെ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും അനിയും നന്ദുവും തമ്മിൽ സ്നേഹമാണോ, അങ്ങനെ വല്ലതും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല അച്ഛാ, എന്തായാലും അവരവരുടെ പേര് പറഞ്ഞിട്ടാണ് അനിയും അനാമികയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, നീ തന്നെ അനിയെ പറഞ്ഞ് ഉപദേശിക്കുകയും വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും അവരുടെ ജീവിതം വേർപെട്ട് പോകാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അവരുടെ ജീവിതം ഇങ്ങനെ ആവുന്നതിൽ എനിക്കും ഭയങ്കര വിഷമമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എന്തായാലും നീ തന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട്, ശരിയാച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, 7ാം മാസ ചടങ്ങിന് വന്നപ്പോഴേക്കും നന്ദുവും അനിയും തമ്മിൽ മാറി സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ടായിരുന്നു, ചടങ്ങ് നടക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹം ഉള്ളതായിട്ട് എനിക്കും തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അനാമിക മോളിങ്ങനെ കിടന്ന് കാണിക്കുന്നതിൽ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് കാണിക്കുക അനിയാണ് കേട്ടോ. അനി ഇങ്ങനെ നന്ദുവിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് ദേവയാനി വരുന്നുണ്ട്. എന്നിട്ട് അനിയെന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനി ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുക. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഞാൻ മോനോട് എത്ര പ്രാവശ്യം പറഞ്ഞാണ് അനാമിക മോളെ സങ്കടപ്പെടുത്തരുതെന്ന് എന്നിങ്ങനെ പറയുമ്പോൾ, ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നീ ഒന്നും ചെയ്തില്ല, നീ എപ്പോഴെങ്കിലും അവൾക്കൊരു ഭാര്യയുടെ പരിഗണന കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയാണ്, അവൾ അനന്തപുരിയിലെ ആകാൻ വേണ്ടി മാത്രമാണ് എൻ്റെ ഭാര്യയായത്. അവിടെ വീട്ടുകാരും അങ്ങനെ തന്നെ അനന്തപുരിയിലെ ബന്ധുക്കാരാണെന്ന് പറഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൾ എൻ്റെ ഭാര്യ ആയതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അല്ലാതെ അവൾക്ക് നമ്മളോട് ഒരു സ്നേഹം ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, അതൊക്കെ മോന് വെറുതെ തോന്നുന്നതാണ്, അങ്ങനെയൊന്നുമില്ല, മോൻ സ്നേഹിച്ചാൽ എൻ്റെ ഇരട്ടിയായിട്ട് മോളെ തിരിച്ചു തരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയണ, ഒരിക്കലും ഇല്ല, അവൾക്ക് നമ്മളോട് ആരോടും ഒരു തരത്തിലുള്ള സ്നേഹവും ഇല്ല, നയനേട്ടത്തെ
പോലെയൊന്നും നയനേട്ടത്തിയാണെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, ഇവളാണെങ്കിൽ അങ്ങനെയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എനിക്ക് കല്യാണം ഇഷ്ടമില്ല, അന്ന് വല്യമ്മയും അമ്മയും കൂടെ ചേർന്നിട്ടല്ലേ ഈ കല്യാണത്തിന് എന്നെ നിർബന്ധിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തച്ഛൻ ഇങ്ങനെ അവളെ അച്ഛനോട് വാക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും വാക്ക് മാറ്റി പറയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ കല്യാണത്തിന് നിന്ന് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട്, ആദർശം നയനയും നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ മോൻ്റെ ജീവിതം തകരുന്നത് എനിക്ക് സഹായിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അനാമിക മോൾക്ക് ചിലപ്പോൾ ഇത്തിരി പക്വതക്കുറവ് കാണും, അത് സത്യം തന്നെയാണ്. അതിൻ്റേതായിട്ടുള്ള വാശികളുണ്ട്, അത് മോൻ ഒന്ന് കണ്ടില്ല എന്ന് വെച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അനി പറയാണ്, നയനേട്ടത്തി ആണെങ്കിൽ ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകുന്നതാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ ഇവളാണെങ്കിൽ എല്ലാവരെയും തല്ലിപ്പിരിക്കണമെന്നും അടിയുണ്ടാക്കുന്ന സ്വഭാവമാണ് അനാമികയുടേത്. അതുകൊണ്ട് ഒരിക്കലും അത് നല്ല രീതിയിൽ പോവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും എന്നോട് ചേർന്ന് പോകാൻ പറ്റുന്ന ഒരാളല്ല ഇവള്, ഈ കുടുംബത്തിൽ കയറാനും പാടില്ലാത്ത ഒരാളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ആദർശിനെയും ജയനെയും കേട്ടോ കാണിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അവർ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ വേറൊന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ പറയുന്നത് 2-3 ദിവസം തന്നെ അവളെ വീട്ടിൽ പോയി നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ 2 ആഴ്ച പോയി നിൽക്കുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ എൻ്റെ പേര് പറഞ്ഞിട്ട് എന്തിനാണ് അമ്മ പോയി വിളിച്ചുകൊണ്ട് വരുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ജയനും പറയുന്നുണ്ട്, അത് ശരിയാ, എന്താണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് അച്ഛാ. എന്തായാലും അമ്മ കരൾ ദാനമായി തന്ന പെൺകുട്ടിയെക്കുറിച്ച് ഇപ്പം നമ്മളെ ആരും ശല്യം ചെയ്യുന്നില്ല, പിന്നെ അമ്മ അതുമായിട്ട് ഒരു കാര്യം സംസാരിക്കുന്നില്ല, ഇനി അമ്മ അറിഞ്ഞു എന്ന് എനിക്ക് സംശയമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ജയൻ പറയുകയാണ്, അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞിട്ടാണോ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ സംശയമുണ്ടെന്ന് ഇങ്ങനെ ആദർശം പറയുന്നത്, അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നയനമോള് നിന്നോട് പറയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പറയുകയാണ്, നയന അവിടെ പോയി നിന്നാൽ ഞാൻ ഉറക്കമൊഴിച്ച് നടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ജയൻ പറയുന്നത്, അത് ശരിയല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറക്കമൊഴിച്ച് നടന്നത് ദേവയാനിയാണ്. നയനമോൾ അവിടെ പോയതിന് ശേഷം ദേവയാനി ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ഞാൻ അവിടെ ചെന്ന് വിളിച്ച സമയത്തേക്കും അവിടെ അച്ഛനും അമ്മയും എന്നോടൊപ്പം നയനയെ വിട്ടില്ല, പക്ഷേ അമ്മ ചെന്ന് വിളിച്ചപ്പോഴത്തേക്കും അമ്മയുടെ കൂടെ അവർ വിടുകയും ചെയ്തു. അത് മുതൽ എനിക്ക് നല്ല സംശയമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്, നയന എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്നതാണ്, ഞാനും അവളോട് എല്ലാ കാര്യങ്ങളും പറയുന്നതാണ്, ഒരു കാര്യവും ഞാനും മറച്ചു വെച്ചിട്ടില്ല, പക്ഷേ എന്തെങ്കിലും കാര്യം നയന എന്നോട് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോവേണേട്ടോ ചെയ്യാം. അടുത്തായിട്ട് ദേവയാനി ഇങ്ങനെ നയനയെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മോളെ ഞാനിപ്പോൾ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ അനിയുടെ അടുത്ത് സംസാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ മോളെ വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, അത് മോള് പറഞ്ഞൊന്ന് തിരുത്തണം, മോള് തന്നെ അവനെ ഒന്ന് ഉപദേശിക്കണം, ഇപ്പം എന്നെക്കാട്ടി ഇഷ്ടം മോളെയാണല്ലോ, അതുകൊണ്ട് മോള് പറഞ്ഞാൽ എന്തായാലും അവ അനുസരിക്കാതിരിക്കില്ല. അതുപോലെ തന്നെ നന്ദുവും അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകളും ഒഴിവാക്കണം, അതുപോലെ തന്നെ മോള് അവളെ നന്ദുവിനെ പറഞ്ഞൊന്ന് തിരുത്തുകയും വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ ചെയ്യാമേ, ഞാൻ തന്നെ പറയാം എന്നൊക്കെ ഇങ്ങനെ നയനയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്കും ആദർശ് നയനയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ ചെയ്യുക. അപ്പോഴത്തേക്കും പെട്ടെന്ന് നയന പറയുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം, ആദർശേട്ടൻ വന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ ചെയ്യുക. ആദർശ് ചോദിക്കുന്നുണ്ട്, ആരാ വിളിച്ചതെന്നൊക്കെ. അപ്പോൾ പറയുന്നുണ്ട്, വീട്ടിൽ നിന്ന് അമ്മയാണ് വിളിച്ചത്, നന്ദു 2 ദിവസം കഴിയുമ്പോൾ ട്രെയിനിങ് ക്യാമ്പിൽ പോകില്ലേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശ് ഇങ്ങനെ നയനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ചോദിക്കുകയാണ്, എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എല്ലാം എന്താ നിനക്കൊരു ടെൻഷൻ പോലെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇല്ല, എനിക്ക് വേറെ ടെൻഷനൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആദർശത്തെ എന്തായാലും അനിയൊന്ന് ഉപദേശിക്കണം, അവന് ഇപ്പോഴും അനാമികയുടെ ഒരു സ്നേഹമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പോഴും അവന് നന്ദുവിനെ ഇഷ്ടമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, അവന് ചെറിയൊരു ചായവുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയണേ, അങ്ങനെയാണെങ്കിൽ ഉപദേശിക്കാൻ ബെസ്റ്റ് നീ തന്നെയാണ്, 2 പേര് നിന്നെയല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് നീ തന്നെ ഉപദേശിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാ പേരും കൈയൊഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നത്, എല്ലാവരും എന്ന് പറയുമ്പോൾ ആരാ എന്നൊക്കെ, അല്ല ഇത് പറഞ്ഞാൽ ആരെങ്കിലും നിന്നെ വിളിച്ചു
കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ട്. ഇല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അല്ല വീട്ടിലുള്ള എല്ലാവരും ഇത് കൈയൊഴിയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറയാണ്, എൻ്റെ അമ്മയ്ക്ക് എന്നെ പോലെ തന്നെയാ അനിയും, അവൻ്റെ ജീവിതവും നന്നായിട്ട് പോകണമെന്നാണ് എൻ്റെ അമ്മയുടെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, എന്തായാലും അനി നന്ദുവിനോട് ചായാനും പാടില്ല, അതുപോലെ തന്നെ നന്ദുവും അനിയോട് അടുക്കാനും പാടില്ല, അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ നയന പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ അതൊന്നും അല്ല വലിയ കാര്യം, ഞാൻ ഇപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് എന്ത് കാര്യമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അതൊക്കെ ഞാൻ പറയാം, നീ അറിയേണ്ട സമയമാകുമ്പോൾ അറിഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും സസ്പെൻസ് ഇടാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാമെന്നൊക്കെ ഇങ്ങനെ നയന പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇപ്പോൾ എല്ലാ സസ്പെൻസ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആദർശ് അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ അപ്പോൾ നയനിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്, എന്താണ് ആവോ എന്നുള്ള ഇതിൽ. അടുത്തായിട്ട് നന്ദുവിനെയും നന്ദുവിൻ്റെ ഫ്രണ്ട്സിനെയും കേട്ടോ കാണിക്കുക. എന്നിട്ട് നന്ദുവിൻ്റെ ഫ്രണ്ട്സിനോട് നന്ദു പറയാണ്, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അനിയെ സ്നേഹിക്കാത്ത ഒരാളായിപ്പോയി അനിയുടെ ഭാര്യ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഫ്രണ്ട്സ് പറയുന്നുണ്ട്, അവനെ അറിയാമെന്നുള്ള ആൾ നീ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ, നയനേച്ചി വീട്ടിൽ വന്നപ്പോൾ തർപ്പിച്ച് പറഞ്ഞതാണ്, ഇനി അനിയെ കാണുകയോ സംസാരിക്കുകയോ നീ കാരണം അവരുടെ ബന്ധത്തിലൊരു പ്രശ്നങ്ങളുണ്ടാവാനും പാടില്ല എന്നൊക്കെ ഇങ്ങനെ നയനേച്ചി പറഞ്ഞതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് അനി വരികയാണ് കേട്ടോ ചെയ്യുക. അപ്പോഴത്തേക്കും ഫ്രണ്ട്സ് പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങൾ സംസാരിക്കും, ഞങ്ങൾ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയും, നിങ്ങളതിന് എവിടെ പോവാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അല്ല എൻ്റെ നന്ദു 2 ദിവസം കഴിയുമ്പോൾ ക്യാമ്പിലേക്ക് പോകും, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനും കാണില്ലേ, അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ശല്യമായിട്ട് നിൽക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സ് പോവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോഴത്തേക്കും അനി നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ക്യാമ്പിലൊന്നും കയറി കഴിഞ്ഞാൽ കാണാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഇനിയിപ്പോൾ അധികം കാണാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനി പറയാണ്, പിന്നെയും തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, അങ്ങനെയൊന്നും അല്ല അനി, നയനേച്ചി വീട്ടിൽ വന്നപ്പോഴേ എന്നോട് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞതാണ്, ഇനി കാണുകയും സംസാരിക്കുന്നതും വേണ്ട, അതുപോലെ തന്നെ നീ കാരണം അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനി പറയുന്നുണ്ട്, നീ മിണ്ടുകയും സംസാരിക്കുകയും ഒന്നും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും എൻ്റെ ഭാര്യയായിട്ട് ഞാൻ ഒത്തുപോകില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാനും അനാമികയും തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷനും ഇല്ല, അതുപോലെ തന്നെ നീ കല്യാണം കഴിക്കാത്തതും ഞാൻ കല്യാണം കഴിച്ചതും എല്ലാം ഒരുപോലെയാണെന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നന്ദു പറയാണ്, എങ്കിലും താലി കെട്ടിയെന്ന ഒരു ബന്ധം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും കുറ്റം പറയുന്നത് എന്നെയാണ്, ഞാൻ കാരണമാണെന്നാണ് പറയുന്നത്, അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ളവരും എന്നെയും കുറ്റം പറയുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനി പറയുന്നുണ്ട്, ഇതൊന്നും പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, അതുപോലെ തന്നെ നന്ദു പോയി കഴിഞ്ഞാൽ ഇനി കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ, അതുകൊണ്ട് അതിന് പോകുമ്പോൾ ഓർത്തിരിക്കാൻ കുറച്ച് നല്ല നിമിഷങ്ങൾ വേണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. നന്ദു അനിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തേക്ക് അവിടേക്ക് കാറിൽ വേണു വരികയാണ് കേട്ടോ. അപ്പോൾ വേണു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് വിചാരിക്കുന്നുണ്ട്, എൻ്റെ മോള് പറയുന്നതൊക്കെ സത്യമാണ്, ഇവൻ പുറത്തിറങ്ങിയാൽ കാണുന്നത് നന്ദുവിനെയാണല്ലോ, അതുപോലെ തന്നെ എന്തായാലും എൻ്റെ മോൾക്ക് ഇവനെ വേണ്ട, പക്ഷേ എന്നിരുന്നാലും അവർ തമ്മിലുള്ള ബന്ധം നിലനിന്നാലേ മതിയാവുള്ളൂ, അതുപോലെ തന്നെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റുന്നത് വരെ അവൻ്റെ ഭാര്യയായിട്ട് എൻ്റെ മോള് ഉണ്ടായേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് വേണു അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോഴത്തേക്കും പിന്നെയും നന്ദുവും അനിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ വിളിച്ചാൽ താൻ ഫോൺ എടുക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എടുക്കാതിരിക്കാൻ എന്താ, നീ തിരിച്ചും വിളിക്കണം എന്നൊക്കെ ഇങ്ങനെ അനിയും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, നീ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനങ്ങ് ക്യാമ്പിൽ വരും, എനിക്ക് തന്നെ ഒരുപാട് ദിവസം കാണാതിരിക്കാനും സംസാരിക്കാതിരിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അനി. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, നിൻ്റെ ഈ സ്വഭാവം കാണുമ്പോൾ എനിക്ക് പേടിയാണ് ആവുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുക. അതിനുശേഷം അനി ഇങ്ങനെ നന്ദുവിന് പറയുന്നുണ്ട്, എന്തായാലും നീ നിൻ്റെ ഇഷ്ടപ്പെട്ട ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു തീരുമാനം എടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു ചോദിക്കുകയാണ്, എന്ത് തീരുമാനം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് പറയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്.
അടുത്തായിട്ട് നയനയാണ് കേട്ടോ കാണിക്കുക. നയന ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും അനാമിക അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് മനസ്സിൽ, ഓ ഒരു അവാർഡൊക്കെ കിട്ടി അവൾ ഇപ്പം ഭയങ്കര ഡിസൈനറായിപ്പോൾ എന്നും പറഞ്ഞു തറയിലൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പ്രവൃത്തിയോട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നയന ചോദിക്കുന്നുണ്ട്, നീ എന്താ നിനക്ക് എന്താ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിൻ്റെ അനിയത്തി നിങ്ങൾ അഴിച്ചു വിട്ടിരിക്കുകയല്ലേ, അതുമാത്രമല്ല കരോട്ടയൊക്കെ പഠിപ്പിച്ച് വിട്ടിരിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഫ്രണ്ട്സും കുറേ പയ്യന്മാരുമായിട്ടാണ് കൂട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അതുകൊണ്ടാണ് അവളെ ഞങ്ങളുടെ വീട്ടിൽ കയറി അച്ഛനും അമ്മയൊക്കെ തല്ലിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയാണ്, നിനക്ക് ഉറപ്പുണ്ടോ അവളാണ് വീട്ടിൽ കയറി തല്ലിയെന്നൊക്കെ. അപ്പോൾ പറയണം, ആ ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ അവളാണ് വീട്ടിൽ കയറി തല്ലിയെന്നുണ്ടെങ്കിൽ അവൾക്ക് തക്കതായിട്ടുള്ള ഒരു കാരണവും കാണുമെന്നൊക്കെ ഇങ്ങനെ പറയാണ്. എങ്കിൽ പിന്നെ നീ എന്നെ കേസ് കൊടുക്കാത്ത എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അത് ഞങ്ങൾ കേസ് കൊടുക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, അവിടെ ആ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മാത്രം അന്വേഷണം നിൽക്കില്ല, പിന്നെ ഇങ്ങോട്ടും കൂടെ വരില്ലേ, അത് ഇവർക്കൊക്കെ നാണക്കേടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, അതുകൊണ്ട് മാത്രമല്ല ഇങ്ങോട്ടാണ് കേസ് വരുന്നെങ്കിൽ ഇവിടെ എൻ്റെ അമ്മായിയമ്മ നിനക്കൊരു മാല തന്നിട്ടുണ്ടായിരുന്നു, അത് മോഷണം പോയില്ലേ, അതുപോലെ തന്നെ അമ്മയ്ക്ക് പാലിൽ വിഷം കലർത്തിയതും ഈ കേസും തെളിയണമല്ലോ, ഇതൊക്കെ തെളിയുമെന്ന് പേടിച്ചിട്ടല്ലേ നിങ്ങൾ കേസ് കൊടുക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം അനാമിക ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്യുക. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.